ഗൈസ് നമുക്കൊരു പാസ്ത ഉണ്ടാക്കിയാലോ? കമോൺ. അപ്പോൾ ഗൈസ് നമ്മളൊരു പാത്രം എടുത്ത് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വെള്ളം ചൂടാക്കാൻ വെക്കണം. ചൂടാകുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും എണ്ണയും ഇടണം ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളെ പാസ്ത നമുക്ക് എടുക്കാവുന്നതാണ്. ആ പാസ്ത നമ്മൾ എടുത്തിട്ട് ഈ ചൂടാകുന്ന വെള്ളത്തിലോട്ട് നമുക്ക് ഇടാം. എന്നിട്ട് നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കി ഒരു 10 മിനിറ്റ് വരെ ഇളക്കിക്കൊണ്ട് അത് വേവിക്കണം. നമ്മുടെ വേവിച്ച പാസ്ത നമ്മൾ ഊറ്റി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പുറത്ത് ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ച് എടുക്കണം. അടുത്തതായി നമ്മൾ ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് നമ്മൾ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിച്ചിരി വെളുത്തുള്ളി ഇട്ട് വഴട്ടാം. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ക്യാരറ്റും പിന്നെ സവാളയും കൂടെ ഇട്ട് കുറച്ചും കൂടെ വഴറ്റി മാറ്റുക. പിന്നെ അതേ പാത്രം തന്നെ എടുത്ത് നമ്മൾ കുറച്ച് ബട്ടർ അതിലിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് എടുക്കുക. മെൽറ്റായ ബട്ടറിലേക്ക് നമ്മൾ 3 സ്പൂൺ മൈദ ഇടുക. ഇപ്പോൾ നമ്മൾ 1.5 കപ്പ് പാല് ഒഴിക്കുക. ഒഴിച്ച് ഇത് നമ്മൾ നല്ലോണം ക്രീമിയാക്കി എടുക്കുക. ക്രീമി ആകുമ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഇടുക. ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഇടുന്നത് കാണിക്കാൻ മറന്നുപോയി. ഇപ്പോൾ ഇത് വൈറ്റ് സോസ് ആയിരിക്കുന്നു. ഇനി ഈ വൈറ്റ് സോസിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പാസ്ത നമുക്ക് ഇടാം. പിന്നെ മുമ്പേ നമ്മൾ വഴട്ടിയ വെജിറ്റബിൾസും നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ഇടുക. പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാസ്ത ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യുക. ഇതാ നിങ്ങളുടെ രുചികരമായ പാസ്ത റെഡി. നമ്മുടെ പാസ്ത നമുക്കപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പാസ്ത ഇവിടെ ഇരിപ്പുണ്ട്. ഇച്ചിരി പാസ്ത ഇങ്ങനെ എടുക്കാം ഗൈസ്. സോ ടേസ്റ്റി, സോ ഡിലീഷ്യസ്. സോ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ.